എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴെ ഇക്കിരി റിയാക്ഷനാണ്. അടിയോ ഒരു ടാസ്ക് ആണ് തരും, കൺവിൻസ് ചെയ്തോണം. ഏത് രീതിയിൽ എന്ത് കാര്യങ്ങളും പറയാം, ഏത് രീതിയിലും കൺവിൻസ് ചെയ്താൽ മതി. അതിനെനിക്ക് ഭയങ്കര കഴിവാ ആണല്ലേ? ഓക്കെ, കൺവിൻസ് ചെയ്യിപ്പിക്കാൻ നമ്മളെ കഴിഞ്ഞിട്ട് ആളോ. എന്നാലേ എന്നെ ഒരു വലിയൊരു കള്ളം പറഞ്ഞ് കൺവിൻസ് ചെയ്യും. നീ ഭയങ്കര സൂപ്പർ ഡയറക്ടറാട്ടോ. ആണോ? പിന്നെ അതിന്റെ മേക്കിംഗ് ആ സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഞാൻ വായിച്ചിട്ടൊക്കെ ഭീകര സാധനം. പിന്നെ അതെനിക്ക് ഇഷ്ടമായി. പിന്നെ ഇവെന്താ ഇങ്ങനെയാണെങ്കിൽ കുറെ ഉണ്ടാവുമല്ലോ. ഇങ്ങനെ പൊക്കി പറയാനാണെങ്കിൽ ഞാൻ കുടുങ്ങി പോവുള്ളൂ. പൊക്കി പറയല്ല, നീ താത്തി പറയണം. കൺവിൻസ് ചെയ്താൽ മതി. അതിന് താത്താണെങ്കിലും എന്താണെങ്കിലും കൺവിൻസ് ചെയ്യണം. ഇതിപ്പോ ഇവർക്ക് കൺവിൻസ് ആയോന്ന് എനിക്കറിഞ്ഞോ. നിനക്ക് കൺവിൻസ് ആയോ? ഐ ആം നോട്ട് കൺവിൻസ്ഡ്. ഞാൻ പറഞ്ഞ രണ്ടുപേർക്കും നീ കൺവിൻസ് ആയിട്ടില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇനി അതിനകത്ത് നോക്കിയില്ല. നല്ലത് പറഞ്ഞു കൊടുത്തിട്ടും അവനത് കൺവിൻസ് ആയിട്ടില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല. കൺവിൻസ് ചെയ്യാനൊന്നുമില്ല. നമുക്ക് എന്താണെന്നറിയോ, നമ്മൾ കൺവിൻസ് ചെയ്യാൻ തോന്നി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളോ അതിലുള്ള കൺവിൻസിങ്ങുള്ളൂ. ഇത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇപ്പൊ പറഞ്ഞല്ലേ, അത് നിന്നോട് ഇപ്പൊ ഒരു മറ്റേ ടാസ്ക് തന്നതുകൊണ്ട് കുറച്ച് കയറ്റി പിടിച്ചതാ. ഇല്ലെങ്കിൽ നമ്മൾ ഈ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ച് കൺവിൻസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ശരിക്കും ഒരു കൺവിൻസിങ് സ്റ്റാർ ഉണ്ട്. ഇപ്പൊ വമ്പൻ ഹിറ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് കൺവിൻസിങ് സ്റ്റാർ. ആരാന്നറിയോ? നമ്മുടെ സുരേഷ് കൃഷ്ണ. ഒരു കാലഘട്ടം ഓരോരുത്തർക്കും ഓരോ ടൈമാണ്. കുറച്ച് മുന്നേ വരെ റിയാസ് ഖാൻ ആയിരുന്നു അടിച്ചു കയറി വാ. അതിനുശേഷം ഇപ്പൊ അടുത്ത് വന്നിട്ടുണ്ട് കൺവിൻസിങ് സ്റ്റാർ. ഇതിന്റെ ഒരു ട്രോൾ വീഡിയോ നമ്മുടെ PK ട്രോൾസ് ഇട്ടിട്ടുണ്ട്, ഒന്ന് കാണാം. ആൾക്ക് പിന്നെ വേറെ വഴിക്കൊന്നും പോകേണ്ട കാര്യം ഉണ്ടാവില്ല. തുടക്കം ഉണ്ടാവും, അവസാനം അതുണ്ടാവും. അതുമല്ല, ഇവരെ പോലുള്ള മഹാരഥന്മാര് കൺവിൻസ് ചെയ്യാനുള്ള സമയത്താണോ നീ എന്നോട് വന്നിട്ട് കൺവിൻസ് ചെയ്യുന്ന ആള്? നിന്നെ കൊണ്ട് കഴിയുമെന്ന് നോക്കിയതാണ്. കഴിയാത്ത ഭാവിയിൽ ഒരു ഡയറക്ടർ ആവാം, അതിലെന്തെങ്കിലുമൊക്കെ റോള് തരണോ എന്ന് ചിന്തിക്കുന്ന ഒരു സമയത്ത് നീ അത് നിന്റെ പൊട്ടൻഷ്യൽ നീ തെളിയിക്കണം. കൺവിൻസിങ് സ്റ്റാർ ആയിട്ട് എടുക്കാൻ പോണെങ്കിൽ കൊള്ളാം. അല്ല, ഈ നമ്മുടെ സുരേഷ് കൃഷ്ണക്ക് മറ്റൊരു പേര് കൂടി ഉണ്ട്, ചീറ്റിംഗ് സ്റ്റാർ. ആ ഒരു ലേബലിലാണെങ്കിൽ മേ ബി നീ തെളിയിച്ചേക്കാം. ചീറ്റിംഗ് നമുക്ക് നല്ലപോലെ അറിയാം. ഉള്ള കാര്യം പറയുന്നത് ദോഷമുള്ള ചീറ്റിംഗ്, കൺവിൻസിങ് ഇതൊക്കെ നമ്മള് നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ, ഡെയിലി ചെയ്യാറുണ്ട്. ശരി, സൂക്ഷിക്കണം. ഓക്കെ, എന്തായാലും നമുക്ക് PK ട്രോൾസിന്റെ വീഡിയോ കാണാം. നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, അതായത് ആളുടെ ട്രോൾസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇന്ന സംഭവം കൂടി അതിൽ പറയാമായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കുന്നത് പോലെ ഒരു ഫീൽ ഉണ്ടാവില്ല, ഫുൾ ഉണ്ടാവും. ആളുടെ ട്രോളുകളൊക്കെ എപ്പോഴും മികച്ചു നിൽക്കുന്ന സംഭവമാണ്. ഓക്കെ, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമൊന്നും ഇല്ല കേട്ടോ. വീണ്ടും സംശയമാണ്. ഫ്ലാഷ് ബാക്ക്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ, എല്ലാം എന്റെ ചെലവ്. എല്ലാരും അടിച്ചു കയറി വാ. ഇതായിരുന്നു ട്രെൻഡ്. പറയും പോലെ ഇതാ അയാളുടെ കാലല്ലേ. കാലം മാറിയിരുന്നു. എന്റെ അമ്മേ ലിപ് ലോക്കോ. ഇനി പുഷ്പയ്ക്ക് എതിരാളികളില്ല. ഒരാളും തൊടില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഒരാൾ വന്നു, കഥ മൊത്തത്തിൽ മാറി. കക്ഷി എന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ, ഈ കക്ഷി ആരാ? അതെ, ഒരവതാരമാ. പിന്നെ അല്ല, അത് കല്ല് തട്ട. ഇയാളോ? ഇയാളെന്താ ഇവിടെ? ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. നീ തീർന്നോ? ദുബായ് ജോസ് എപ്പോഴും ചത്ത്. അക്കരെ വണ്ടി വരില്ലല്ലോ. വല്യമ്പരാട്ടി ഇക്കരയ്ക്ക് നടന്നു വരുമോ? കരിമാടിക്കൂട്ടല്ലേ ആശുപത്രി കൊണ്ടുപോവാ. നിനക്ക് ആശുപത്രി അറിയോ? വണ്ടിയിലോട്ട് കയറാം. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാണ്. ഇതിനെ പറ്റി തോന്നിയ
ചെറുതായിട്ടൊന്ന് കൺവിൻസ് ചെയ്യാണ്ട് ചീറ്റിങ് അതിനുശേഷം ചിരിക്കുള്ളൂ. ആദ്യം കൺവിൻസ് ചെയ്യും. അത് ആദ്യം കൺവിൻസ് ചെയ്യും നല്ലവനാണെന്ന്. തിരിച്ചെനിക്ക് വേണ്ടതും നന്ദിനിക്കുട്ടി തരണം. ലാഭമില്ലാത്ത ഒരു ബിസിനസ്സും ശേഖരം ചെയ്യാറില്ല. നിറം മാറിയപ്പോ കണ്ടോ ഒരു കാട്ടുപോത്ത്. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും വിജയുടെ അച്ഛൻ എഴുതിയ വിൽപത്രം എന്റെ കയ്യിലെടുത്തോളം കാലം നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഈ കേസിൽ നിങ്ങൾ വിജയിക്കും. സ്വത്തുവകകൾ നിങ്ങൾക്ക് തന്നെ കിട്ടുകയും ചെയ്യും. തടസ്സങ്ങളെല്ലാം ഞാൻ മാറ്റിത്തരാം. A few hours later. കൃഷ്ണദാസന്റെ മകനാണ് വിജയകൃഷ്ണൻ വിളിക്കാൻ എന്തെങ്കിലും രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? അദ്ദേഹം സ്വന്തം കൈപ്പടിയിൽ എഴുതി ഒപ്പിട്ട വിൽപത്രത്തിൽ എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ വിൽപത്രം എവിടെ? സാറിന്റെ വിൽപത്രം തയ്യാറാക്കിയത് എല്ലാം സാറിന് അറിയാലോ. ഗുഡ് ആൻസർ. കുറ്റം ഡിഫൻസ് ലോയർക്ക്. വിജയകുമാർ എന്നെ താൻ കടത്തി വെട്ടി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉടനെ നടക്കണം. मैं हमेशा तुम्हारे साथ हूँ पर मुझे पैसे चाहिए. कंडीशन याद है ना? 50-50. തീർച്ചയായും. അയ്യടാ 50-50. തെക്കോട്ട് നോക്കിയിരുന്നോ? എന്ത് വേണമെങ്കിലും തരാം. പക്ഷേ ഞാനും നാട്ടിലെത്തരുത്. Don't worry. 1 hour later. എന്റെ ചത്ത് മനസ്സ് കിടക്കുന്നു. ചത്ത് മേനോൻ സാറ് ചതിച്ച് ജയിലിലാക്കിയതിനോട് ലക്ഷ്മിക്ക് തീർത്താ തീരാത്ത വൈരാഗ്യം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അതൊരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുന്ന ഞങ്ങൾ കരുതില്ല. എങ്ങനെ തോന്നിയടോ ആ പാവ പെൺകുട്ടിയെ? യുദ്ധത്തിന്റെ നീതിശാസ്ത്രത്തിൽ ചതിയൊന്നുമില്ല മിസ്റ്റർ ശിവൻ. തന്ത്രങ്ങളേ ഉള്ളൂ. ഈ കൂട്ടത്തിലെ കുമ്പനെവിടെ? അവന് വേണ്ടി നിനക്കൊക്കെ ചാവണ യോഗം. ജോർജ് കുട്ടി ജോർജ് കുട്ടി എന്താ ഇത്? ഒന്നും പോയ സമയമല്ല. പോലീസ് എന്താ എന്റെ തീരുമാനം? ഈ ഇപ്പൊ ഞമ്മന്റെ ഓടണം അതവിടെ നിൽക്കണം. സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമുക്കിത് പോലീസിനോട് പറയാം. പോലീസിനോട് നീ പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ വക്കീലുമായിട്ട് വരാം. തീർന്ന് അയ്യോ, അതുകൊണ്ടെന്നാ നല്ലൊരു ജോലി കിട്ടിയില്ലേ? ഡോണായില്ലേ? ബാങ്ക് ജോലി കളഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞു. വിജയകുമാർ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം രണ്ട് ആൺകുട്ടിയെ കണ്ടു. ശ്രീബാലയുടെ കല്യാണം നടക്കും. ഈ കുടുംബത്തിന്റെ അന്തസ്സിനും കാര്യസ്ഥനോ? യോജിച്ച രീതിയിൽ തന്നെ എന്റെ മകൻ വിനയൻ ശ്രീബാലയുടെ കഴുത്തിൽ താലി കെട്ടും. 5 minutes later. തന്റെ ബുദ്ധിയാ പറഞ്ഞല്ലേ. പൂത്ത കാശല്ലേ പെണ്ണിന്റെ പേരില്. വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കിയത് കൊള്ളാന്റെ അടുത്ത് തന്നെ കൊണ്ടു. കൺവിൻസ് ചെയ്തു. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? റസിയ മോളെയും ഉമ്മയെയും ഞാൻ ഷാർജയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പോവാ. സമ്മതം ചോദിക്കാനാണ് ഞാനിപ്പോ വന്നത്. കൊണ്ടുവയ്ക്കുള്ളൂ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും എനിക്കിനി പരുളിറങ്ങാനോ പുറം ലോകം കാണാനോ ഒക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാത്തിനും ഇത് മറ്റേ കാസർഗോഡ് കാതർബായി സെക്കൻഡ് ആണോ? എനിക്കറിയില്ല, ഞാൻ കണ്ടു. ഉണ്ടാവുക. കൺവിൻസ് ആയി. എല്ലാത്തിനും ഞാനുണ്ടാവും. സമ്മതിച്ചിരിക്കുന്നു. താൻ എന്നെക്കാൾ മിടുക്കൻ തന്നെ. നിന്റെ ചെറുനെല്ലിക്കാൻ മുഴുപ്പുള്ള ബുദ്ധി കൊണ്ട് സംരക്ഷിക്കാൻ നോക്കിയാല് അതിലടങ്ങില്ല. അത്രക്ക് വലുതാണ് സേതുവിന്റെ സാമ്രാജ്യം. पात्र നടന്നിച്ച് തലവരാ. വന്ത സുട്ട സെത്ത റിപ്പീറ്റ്. വന്ത സുട്ട സെത്ത റിപ്പീറ്റ്. ഒരു നാട്ടിലെ മുഴുവൻ ആളുകളെയും ചതിച്ചിട്ട് വന്നവനാ. അവനെ വിശ്വസിച്ചൂടാ. പത്രപ്രവർത്തക എന്ന നിലയിൽ നിങ്ങളുടെ കടമ. പക്ഷെ ആരാണ് നിങ്ങളെ വിശദീകരിച്ചത്? SP വിനോദ് കൃഷ്ണയാണ് എനിക്ക് വിവരം തന്നത്. ഞാൻ ഊഹിച്ചു. പണി കിട്ടിയില്ലേ? ഇനി എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. ഇതേതോടോ അങ്ങനെ ഇപ്പൊ നിന്നെ ഉപേക്ഷിക്കാൻ പറ്റും. അല്ലേ? നമ്മളായിട്ടത് തട്ടിക്കളയരുത്. ഇത്രയും കാലം ഇവരുടെ ഒക്കെ മനസ്സിൽ പകയുടെ വിഷം കുത്തിവെച്ചത് നീ ആയിരുന്നല്ലേ? ചതിയ. എന്റെ ഡിമാൻഡ്സ് കഴിഞ്ഞിട്ടില്ല. This is cheating. ഇന്നേക്ക് അത് പിന്നെ എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. പക്ഷെ എന്റെ മനസ്സിലൊന്നുമില്ല. അത് കുറിപ്പേട്ടനറിയാം. അറിയാടാ. മാസം പറഞ്ഞാ പോരാ, മരണ മാസ്. അടുത്തത് ജോണി ആന്റണി ഫിലിം. അതെ, എന്റെ ക്യാരക്ടറോ അതിനൊരു മാറ്റമല്ല പോലെ. വില്ലൻ. അത് തന്നെ.
അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ കൊള്ളാം. അല്ലേ, ഞാൻ ചിന്തിക്കുന്നതല്ല, കാലങ്ങളായിട്ട് കൺവിൻസിങ് സ്റ്റാർ ആയിട്ട് അല്ലെങ്കിൽ ചീറ്റിംഗ് സ്റ്റാർ ആയിട്ട് ചെയ്യുന്ന ആള് ഇതൊക്കെ ഓരോ കഥയായിട്ടോ അല്ലെങ്കിൽ ഒരു സംവിധായകൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ മുന്നിൽ ചെന്ന് പറയണല്ലോ. അപ്പൊ എങ്ങനെ ആളെ കൺവിൻസ് ചെയ്യുന്നതാണ് ചിന്തിക്കുന്നത്. ആളെ കൺവിൻസ് ചെയ്യാൻ എളുപ്പമാണല്ലേ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. കഴിഞ്ഞ സിനിമ ചെയ്തത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തത്. ക്യാരക്ടറും മാറുന്നു, പേരും മാറുന്നു, അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ലുക്കിനും ചെറിയ മാറ്റം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. എന്താണെങ്കിലും അങ്ങനെ ഒരു മാറ്റം കുറച്ച് കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നു 1-2 പടങ്ങളിൽ മാത്രമേ ഉള്ളൂ അല്ലേ. ഇപ്പൊ നമ്മുടെ നടികരിലുണ്ടായിരുന്നു, പിന്നെ ചേട്ടായിസ്, അതൊക്കെ നല്ല അടിപൊളി. അങ്ങനത്തെ കുറച്ച് ഇതിലൊക്കെ നല്ല ക്യാരക്ടേഴ്സ് ആയിരുന്നു. ബാക്കിയെല്ലാം ഏകദേശം വില്ലൻ തന്നെ. അത് ലാസ്റ്റ് പറഞ്ഞാലേ വില്ലൻ, അത് വലിയ ക്യാരക്ടേഴ്സ് ആണല്ലോ. അതിലെടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ വലിയ താരങ്ങൾ, അതായത് നമ്മളിപ്പോ ഈ താരസൂര്യൻ എന്നുള്ള രീതിയിലൊക്കെ പറയില്ലേ, അവര് മാത്രമേ ഉണ്ടാവുള്ളൂ അതില്. സത്യം. അതിൽ ഒരു ഇടി പോലും അവർക്ക് ശരിയായ രീതിയിൽ വില്ലൻ്റെ കയ്യിൽ നിന്ന് കിട്ടൂല. അപ്പോൾ അവിടെയാണ് ഈ താര രാജാക്കന്മാരെ ആള് പറ്റിക്കുന്നത്. അപ്പോൾ ആളുടെ ക്യാരക്ടറിന്റെ വലുപ്പം വലുതാണ്. തീർച്ചയായിട്ടും പണി കൊടുക്കുന്നത് മൊത്തം ഇതിലെ മെയിൻ നായകന്മാർക്കാ. അത് ഒട്ടുമിക്ക സിനിമകളും എന്താണെങ്കിലും കൊള്ളാം, ഗംഭീരം. ആള് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റയില്, എല്ലാവരും ലൈക്ക് അടിച്ചിരിക്കുക, ഞാനിപ്പോ വരാന്ന് മറുപടി ഇട്ടിട്ടുണ്ടല്ലോ. കൺവിൻസ്. അപ്പൊ എന്തായാലും ഗംഭീരമാട്ടെ. ഒരുപാട് ക്യാരക്ടേഴ്സ് ഇനിയും വരാനുണ്ട്, നമുക്ക് കാണാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ ബൈ.